എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ OTT റിലീസ് ഇന്നുണ്ട്. റൊമാൻസ്, ഹണ്ട്, ഡൊമിനിക്, പൈങ്കിളി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പൈങ്കിളി സ്വന്തമാക്കിയത്. അനശ്വര, സജിൻ ഗോപു എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പൈങ്കിളി ഒരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയായിരുന്നു. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മനോരമ മാക്സിലാണ് പൈങ്കിളി സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പ്രാവൻകൂട് സ്വന്തമാക്കിയത്. ബേസിലാണ് സിനിമയിലെ നായകൻ. അതുപോലെ സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതെന്ന് പ്രാവൻകൂട് ഷാപ്പ് ഒഫീഷ്യലായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സോണി ലീവിലാണ് സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ചെക്ക്മേറ്റ്. അനൂപ് മേനോൻ, ലാലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റ് ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ചെക്ക്മേറ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ചെക്ക്മേറ്റ് സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഒരുപാട് താരനിര മാരിവിലും ഗോപുരങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടും OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് മാരിവിലും ഗോപുരങ്ങൾ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം പകുതിയോടുകൂടി ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പെരിസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പെരിസ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പിഷാരടി, റഹ്മാൻ, സെന്തിൽ, ധ്യാൻ തുടങ്ങി ഒരുപാട് പേര് ബാഡ് ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സ് സ്വന്തമാക്കിയത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. ഇപ്പോഴിതെന്നലെ സർപ്രൈസ് ആയിട്ട് ബാഡ് ബോയ്സ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം, മനോരമ മാക്സ് ഇതിലാണ് ബാഡ് ബോയ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് സ്വീറ്റ് ഹാർട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് 250 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിക്കാൻ പോകുന്നത്. 60 കോടിക്ക് അടുത്താണ് സിനിമയുടെ OTT വിറ്റ് പോകുന്നത്. മെയ് മാസത്തിലായിരിക്കും എമ്പുരാൻ സിനിമ OTT റിലീസിന് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ദാവീദിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ദാവീദ് ഒരു ആക്ഷൻ മൂവിയാണ്. ആന്റണി വർഗീസ് ആണ് സിനിമയിലെ നായകൻ. C5 ആണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 18-നാണ് ദാവീദ് സിനിമ C5-ൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ED ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. സുരാജ് ആയിരുന്നു സിനിമയിലെ നായകൻ. ഇപ്പോൾ അവസാനം സൈനാപ്പിളെ ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മീഷൻ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഏപ്രിൽ മാസം 18-നായിരിക്കും ED സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അണിയിച്ചൊരുക്കിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. ഗോകുൽ സുരേഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡൊമിനിക് സിനിമയുടെ OTT സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇന്നലെ ബാഡ് ബോയ്സ് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വിഷുവിനായിരിക്കും ഡൊമിനിക് സിനിമയുടെ OTT റിലീസ്. ആമസോൺ പ്രൈമിലായിരിക്കും ഡൊമിനിക് സിനിമ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഹണ്ട് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാട് കാലമായി ഹണ്ട് റിലീസായിട്ട് ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വിഷുവിന് ഹണ്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. എന്തായാലും ഈ വീക്ക് തന്നെ റിലീസ് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് റൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട
പ്രധാനപ്പെട്ടതാണ്. റൊമാൻസിന് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് റൊമാൻസ് സ്വന്തമാക്കിയത്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് റൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ വിഷുവിന് ഇറക്കാനാണ് അവരുടെ പദ്ധതി. ഈ ആഴ്ചയായിരിക്കും റൊമാൻസ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.